ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ബയോളജി പാർട്ട് 2 ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹോക്കാണ്. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. സസ്യകോശം കണ്ടുപിടിച്ചത് MJ സ്ലീഡനാണ്. ജന്തുകോശം കണ്ടുപിടിച്ചത് ഷ്വാനാണ്. പിന്നെ അതില്ലാതെ നമ്മൾ കോശത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചു. ആദ്യം സെൽവാളുണ്ട്, അത് നല്ല ഉറപ്പുള്ളതാണ്. അതിനുശേഷം കോശസ്ഥലം ഒരു സോപ്പ് കുമിള പോലെയുള്ള ഒരു ആവരണം കണ്ടു. പിന്നെ നമ്മൾ നേരെ മൈറ്റോകോൺട്രിയയിലെത്തി. കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നെല്ലാം അറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയിലെത്തി. അവിടെ മാട്രിക്സ് ഉണ്ട്, ക്രിസ്റ്റയുണ്ട്, അവിടെ ATP നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെത്തി. കോശത്തിൻ്റെ അസ്ഥികൂടം, അതേപോലെ കോശത്തിലെ സഞ്ചാരപാത എന്നൊക്കെ അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. പിന്നെ നമ്മൾ ഗോൾഗി കോംപ്ലക്സിലെത്തി. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. കോശത്തിൻ്റെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന റൈബോസോമിൽ നമ്മൾ അവിടെ എത്തി. പിന്നെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ് അല്ലെങ്കിൽ ഡെമോളിസേഷൻ സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ലൈസോസോം സ്വന്തം കോശഘടകങ്ങളെയാണ് കൊല്ലുന്നതെങ്കിൽ അതിനെ ആ പ്രോസസ്സിനെ ഓട്ടോഫാഗി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കോശവിഭജനം പഠിച്ചു. കോശവിഭജനം രണ്ട് വിധത്തിലുണ്ട്, ക്രമഭംഗവും ഊനഭംഗവും. ക്രമഭംഗം 2 പുത്രിക കോശങ്ങൾ ഉണ്ടാക്കുന്നു. ഊനഭംഗത്തിൽ 4 പുത്രിക കോശങ്ങളാണ് ഉണ്ടാക്കുന്നത്. കോശവിഭജനത്തിന് 4 ഘട്ടങ്ങളാണുള്ളത്: പ്രോഫേസ്, അനാഫേസ്, മെറ്റാഫേസ്, ടീലോഫേസ് എന്നിങ്ങനെയാണ് അവ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് കോശ സന്തുലനത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരെണ്ണം വിട്ടുപോയിരുന്നു. ഊനഭംഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡിയായി ചേരും. അതിനുശേഷം ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്ത് അടുത്ത തലമുറയിൽ ജീൻ വ്യത്യാസം വരുത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിന് പറയുന്ന പേരാണ് മുറിഞ്ഞുമാറ്റൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ എന്നത്. അത് മറക്കരുത്. അതായത് ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ഒരുമിച്ച് ചേരും. പിന്നെ 2 ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡുകൾ പരസ്പരം കൈമാറ്റം ചെയ്യും. അങ്ങനെയാണ് ജനിതക വ്യത്യാസം ഉണ്ടാകുന്നത്. ആ പ്രക്രിയയാണ് അടുത്ത ജനറേഷനിൽ ജനിതക വ്യത്യാസം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അതിനെയാണ് മുറിഞ്ഞുമാറൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇനി കോശ സന്തുലനം. കോശത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് പദാർത്ഥ സംവഹനം അത്യാവശ്യമാണ്. അപ്പോൾ പദാർത്ഥ സംവഹനം 4 വിധത്തിൽ നടക്കാം. ഒന്നില്ലെങ്കിൽ ഡിഫ്യൂഷൻ, അല്ലെങ്കിൽ ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇങ്ങനെ 4 വിധത്തിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഗാഢത തുല്യമാകുന്നത് വരെ വ്യാപിക്കുന്ന പ്രക്രിയയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ശ്വസനം നടക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് ലായനിയിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ ഭാഗത്തും ഉപ്പ് ലായനിയുടെ കോൺസെൻട്രേഷൻ ഒരുവിധമാകുന്നത് പോലെ അവർ മിക്സ് ചെയ്യും. ഈ പ്രക്രിയയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു ജലതന്മാത്രകൾ ഒരു സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. അതിൻ്റെ മലയാളമാണ് വ്യതിവ്യാപനം. പിന്നെയുള്ളതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇത് ഡിഫ്യൂഷൻ തന്നെയാണ്, പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. സപ്പോസ് ഒരു ലിപ്പിഡ് ലെയറിലൂടെ ഒരു തന്മാത്ര വേറെ ഭാഗത്തിലേക്ക് പോകണം, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തിലേക്ക് പോകണം എന്ന് വെച്ചാൽ അത് പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നടക്കുള്ളൂ. ആ ഒരു പ്രോസസ്സാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫ്യൂഷനും ഓസ്മോസിസും ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന പ്രക്രിയകളാണ്. അപ്പോൾ അതിന് പ്രത്യേക ഊർജത്തിൻ്റെ ആവശ്യമില്ല. അതേസമയം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഏത് തന്മാത്രയാണോ അത്യാവശ്യമുള്ളത് അവിടേക്ക് ഗാഢതയുടെ വ്യത്യാസമില്ലാതെ പ്രോട്ടീനുകളുടെ സഹായത്തോടുകൂടെ ഊർജം കൊടുത്ത് നടത്തുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ആഗിരണം ഇതിനുദാഹരണമാണ്. സസ്യ ശരീരത്തിൽ നിന്ന് ജലം നീരാവിയായി പുറത്തു പോകുന്ന പ്രക്രിയയാണ് ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ സസ്യസ്വേദനം. ഇതിന് ഒരു പുള്ളി നടത്തും. അതായത് താഴത്തു നിന്നുള്ള ജലം മേലെ ഇലകളിൻ്റെ ഹോൾസിലൂടെ പുറത്തേക്ക് പോകുന്നത് വരെ ഒരു പുള്ളി നടത്തിയിട്ടാണ് ജലത്തെ വലിച്ചെടുക്കുക. ഈ ഒരു പ്രക്രിയയാണ്, ഈ ഒരു വലിവിനെയാണ് സസ്യസ്വേദന വലിവ് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ പുള്ള് എന്ന് പറയുന്നത്. ഇത് നിർത്തലാക്കാൻ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന രാസാഗ്നികളാണ് അല്ലെങ്കിൽ രാസവസ്തുക്കളെയാണ് ആൻറ്റി ട്രാൻസ്പിറൻസ് എന്ന് പറയുന്നത്. അബ്സിസിക് ആസിഡ് ഇതിനൊരു ഉദാഹരണമാണ്.
അപ്പോൾ നമുക്കൊന്നും കൂടി പഠിക്കാം. കോശ സന്തുലനത്തിന് പദാർത്ഥ സംവഹനം ആവശ്യമാണ്. 4 വിധത്തിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്: ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓസ്മോസിസിനും ഡിഫ്യൂഷനും ഊർജം ആവശ്യമില്ല. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സ്വയം ഇങ്ങനെ ചലിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. അതേസമയം ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ജലതന്മാത്രകൾ ഒരു സ്ഥലപാളിയിലൂടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് അല്ലെങ്കിൽ വ്യതിവ്യാപനം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. രക്തലോമികളിലേക്കുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയുടെ ആഗിരണം ഇതിനൊരു ഉദാഹരണമാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇതിൽ ആക്റ്റീവായിട്ട് എനർജി കൊടുത്ത് പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടെ എവിടെയാണോ തന്മാത്രകളെ ആവശ്യമുള്ളത് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതില്ലാതെ സസ്യസേചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാസവസ്തുക്കളാണ് ആൻറ്റി ട്രാൻസ്പെറൻസ്. അബ്സിസിക് ആസിഡ് ആൻറ്റി ട്രാൻസ്പെറൻസിന് ഒരു ഉദാഹരണമാണ്. ഇനി നമുക്ക് കോശ ശ്വസനത്തിലേക്ക് പോകാം. കോശ ശ്വസനത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ഊർജ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് കോശ ശ്വസനത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇത് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രവൃത്തി. അതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്ലൂക്കോസിനെ പെറുവിക് ആസിഡായി മാറ്റുകയും 2 അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂളും ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. ക്രബ്സ് പരിവൃത്തി എന്ന് പറഞ്ഞാൽ പെർവിക് ആസിഡിനെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടെ വിഘടിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും 28 അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്നത്. ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു കോശ ശ്വസനത്തിൽ 30 ATP ഉണ്ടാകുന്നുണ്ട്. എത്ര ATP ഉണ്ടാക്കുന്നു? 30 ATP ഉണ്ടാക്കുന്നു. ഇതവിടെ ഉണ്ടാവുക മൈറ്റോകോൺട്രിയയിലാണ് ഉണ്ടാവുക. മൈറ്റോകോൺട്രിയ എന്ന് വിളിക്കുന്നത് എന്താണ്? കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. അപ്പോൾ ഇത്തരം കെമിക്കൽ റിയാക്ഷൻ അവിടെ നിന്ന് മൈറ്റോകോൺട്രിയ നടത്തും. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ എത്ര ATPകൾ ഉണ്ടാകുന്നു? 2 ATPകളാണ് ഉണ്ടാകുന്നത്. ക്രബ്സ് പരിവൃത്തിയിൽ 28 ATPകളാണ് ഉണ്ടാകുന്നത്. മൊത്തം 30 ATPകളാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിലും ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലുമാണ്. അടുത്തത് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ്. ഒരുമിച്ച് ഒരേ പ്രവൃത്തി ചെയ്യുന്ന കോശങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ടിഷ്യൂസ് അല്ലെങ്കിൽ മലയാളത്തിൽ വിളിക്കുക കലകൾ എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള കലകളാണ് ഉള്ളത്. ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരേ തരത്തിലുള്ള കോശങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സിക്താണ്ഡം വിഭജിച്ച് വെവ്വേറെ തരത്തിലുള്ള കോശങ്ങളാണുള്ളത്. അവയെ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നു. അങ്ങനെ സിക്താണ്ഡം വിഭജിച്ച് വൈവിധ്യമാർന്ന കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കോശ വൈവിധ്യവൽക്കരണം. ഇതിന് ഇംഗ്ലീഷിൽ പറയുക സെൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഏത് കോശവുമായി മാറാൻ കഴിവുള്ള ചില കോശങ്ങളുണ്ട്. അവയെയാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. മൂലകോശങ്ങൾ എന്നും ഇവ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കോശം നശിച്ചാൽ വിത്ത് കോശങ്ങളെ അവയേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. 4 തരത്തിലുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളാണുള്ളത്. ഒന്ന് ആവരണകല. അത് പേര് സൂചിക്കുന്ന പോലെ ആവരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കലകളാണ്. എക്സാമ്പിൾ നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ത്വക്ക്. പിന്നെ അന്നപഥത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്ന കലകളും ആവരണ കലകളാണ്. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നിവയാണ് ഇവയുടെ ധർമ്മങ്ങൾ. നാഡീകല എന്ന് പറഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കോശങ്ങളുടെ കൂട്ടമാണ് നാഡീകല. ശരീരത്തിന് പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെയാണ് നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. തലച്ചോറിൽ മാത്രമല്ല, നേത്രത്തിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന കോശങ്ങളും നാഡീകോശങ്ങൾ തന്നെയാണ്. അതുപോലെ പേശികല, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുള്ള കോശങ്ങളെയാണ് പേശികലകൾ. നമ്മുടെ കൈയിലും കാലിലുമുള്ള കോശങ്ങളൊക്കെയാണ് പേശി കോശങ്ങൾ അല്ലെങ്കിൽ പേശികലകൾ എന്നറിയപ്പെടുന്നത്. ശരീരത്തിൻ്റെ ചലനം സാധ്യമാക്കുകയാണ് ഇവയുടെ പ്രധാന ധർമ്മം. യോജകകല, യോജിപ്പിക്കാനുള്ള കോശങ്ങളാണ് യോജക കലകൾ.
മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവർക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ എന്നതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. ഏറ്റവും കൂടുതൽ ഉള്ള കലകൾ യോജക കലകളാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയ വിവിധ യോജക കലകളുണ്ട്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യവുമാർന്ന കലയാണ് യോജക കല. അപ്പോൾ കലകൾ എന്താണെന്ന് പഠിച്ചു. ഒരേ തരത്തിലുള്ള കോശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരേ വിധത്തിലുള്ള ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് പറയുന്നത്. സിദ്ധാന്തം വിഭജിച്ച് പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാക്കുന്നു. അവ പല വിധത്തിലുള്ള വൈവിധ്യമാർന്ന പ്രക്രിയകൾ ചെയ്യുന്നുണ്ട്, വൈവിധ്യമാർന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് കോശവൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ഏത് കോശമായും മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് വിളിക്കുന്നത്. 4 തരത്തിലുള്ള കലകളാണുള്ളത്. ഒന്ന് ആവരണകല, നാഡീകല, പേശികല, യോജകല. ആവരണകലകൾ പേര് സൂചിപ്പിക്കും പോലെ ശരീരത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അന്നപദത്തിൻ്റെ ഉത്പത്തിയിൽ കാണപ്പെടുന്നു. സംരക്ഷണം, ആഗിരണം എന്നിവയാണ് ആവരണകലയുടെ മുഖ്യധർമ്മങ്ങൾ. നാഡീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നാഡീകലയുടെ പ്രധാന ധർമ്മം. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിച്ച് അവയോട് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്ന കലയാണ് നാഡീകല. പേശികൾ എന്തിനാണ്? നമുക്ക് ചലിക്കാനും ഓടാനുമുള്ള കലകളാണ്. അവയ്ക്ക് സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചലിക്കാനും മറ്റുള്ള പ്രവൃത്തികൾ ചെയ്യാനും കഴിയുന്നത്. പിന്നെയാണ് യോജകകല. യോജിപ്പിക്കാനുള്ള കലകളാണ് യോജകകലകൾ. ഇവയുടെ ധർമ്മങ്ങൾ എന്താണ്? താങ്ങും സംരക്ഷണം നൽകുക, അതേപോലെ ഇതര കലകളെ ബന്ധിപ്പിക്കുക, രോഗപ്രതിരോധം തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ധർമ്മങ്ങൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കലയും ഏറ്റവും വൈവിധ്യമാർന്ന കലയും യോജക കലകളാണ്. ഇപ്പോൾ നാരുകല എന്ത് ചെയ്യുന്നു? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. അസ്ഥി, തരുണാസ്ഥി തുടങ്ങിയ യോജക കലകൾ എന്തിനു സഹായിക്കുന്നു? സംരക്ഷണത്തിനും ആകൃതിയും ശരീരത്തിന് താങ്ങും നൽകുന്നു. കണ്ണ് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന അവയവമാണ് കണ്ണ്. അപ്പോൾ കണ്ണിന് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, കണ്ണിന് ആകൃതി നൽകുക എന്നുള്ളത്. കണ്ണിന് ആകൃതി നൽകുന്ന പടലമാണ് ദൃഢപടലം. പിന്നെ രണ്ടാമത്തെ വേണ്ടത് കണ്ണിന് രക്തം വേണം. അപ്പോൾ രക്തം കൊടുക്കുന്ന പടലമാണ് അല്ലെങ്കിൽ പാളിയാണ് രക്തപടലം. കൊറോയിഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ദൃഢപടലം അതായത് സ്ക്ലീറ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പിന്നെ മൂന്നാമത്തത് കണ്ണിന് വേണ്ടത് അത് ദൃഷ്ടി കാണിക്കണം, അല്ലെങ്കിൽ അതാണ് കണ്ണിൻ്റെ മൂന്നാമത്തെ പാളി. അത് നമുക്ക് കാഴ്ചനെ സഹായിക്കുന്നു. അതാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലത്തിന് ഇംഗ്ലീഷിൽ പറയുക റെറ്റിന എന്നാണ്. റെറ്റിനയിൽ 2 സ്പോട്ടുണ്ട്. ഒന്ന് കാണാൻ സഹായിക്കുന്ന റെറ്റിനയ്ക്ക് 2 സ്പോട്ടുണ്ട്. ഒന്ന് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് കോശങ്ങളുള്ള പാർട്ട് അല്ലെങ്കിൽ പോയിന്റ്, അതിന് പറയുക പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. പിന്നെ വേറൊരു സ്പോട്ടുണ്ട്, അതാണ് ബ്ലൈൻഡ് സ്പോട്ട്. അവിടെ കാഴ്ചയ്ക്ക് കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ തീരെ ഇല്ലാത്തതാണ്. ദൃഷ്ടിപടലം അതായത് റെറ്റിനയിൽ 2 സ്പോട്ടുകളുണ്ട്. ഒന്ന് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയും. അവിടെയാണ് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന പ്രകാശത്തെ സെൻസ് ചെയ്യുന്ന കോശങ്ങൾ ഒരുപാടുള്ള ഭാഗം. വേറൊരു സ്പോട്ടാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു. അവിടെ വന്നിട്ട് പ്രകാശത്തെ സെൻസ് ചെയ്യുന്ന കോശങ്ങൾ ഇല്ലാത്ത സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് ഏതെങ്കിലും വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിബിംബം ഉണ്ടാവുക ദൃഷ്ടപടലത്തിൽ അല്ലെങ്കിൽ റെറ്റിനയുടെ പീതബിന്ദുവിലാണ്. നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഇമേജ് ഉണ്ടാവുക. നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാകുന്ന ഇമേജ് ഒരു വസ്തുവിൻ്റെ തലകീഴായതും യാഥാർത്ഥ്യവുമായിട്ടുള്ള പ്രതിബിംബമായിരിക്കും ഉണ്ടാവുക. ഈ പ്രതിബിംബം നാഡീകോശത്തിലൂടെ തലയിലെത്തി സെൻസ് ചെയ്തിട്ടാണ് നമ്മൾ യഥാർത്ഥ വസ്തുക്കളെ കറക്റ്റായി കാണുന്നത്. ഇനി കണ്ണിൻ്റെ ഘടന നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിന് 3 പാളികൾ. ഒന്നാമത്തത് ദൃഢപടലം, വെളിയിലുള്ള ഈ വെള്ളയാണ് ദൃഢപടലം. പിന്നെ രണ്ടാമത്തത് ഈ ചുവപ്പ് നിറത്തുള്ള രക്തം, അതാണ് രക്തപടലം. പിന്നെ മൂന്നാമത്തത് ഈ യെല്ലോ കളറിൽ കാണുന്ന കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ദൃഷ്ടിപടലം, അതായത് റെറ്റിന. ഈ ദൃഢപടലത്തിൽ ഉന്തി നിൽക്കുന്ന ഈ പോർഷനാണ് കോർണിയ.
ഈ കോർണിയ അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ദൃഢപടലത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ആവരണമുണ്ട്. അതിനെയാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. ഈ കോർണിയയുടെ പോർഷനിലുള്ള രക്തപടലമാണ് ഐറിസ് എന്നുള്ളത്. ഈ രണ്ട് സൈഡിലുള്ള ഐറിസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിനെയാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയുന്നത്. പ്രകാശം കൂടുമ്പോൾ ഇത് ചുരുങ്ങും, പ്രകാശം കുറവാണെന്ന് വെച്ചാൽ ഇത് വികസിക്കും. അങ്ങനെ ആവശ്യമായ ലൈറ്റ് കണ്ണിനുള്ളിലേക്ക് എത്തുന്നത് കൃഷ്ണമണി വഴിയാണ്. ഈ കൃഷ്ണമണിയിലൂടെ എത്തിയ ലൈറ്റ് ലെൻസിലൂടെ ഉള്ളിലേക്ക് പോയി റെറ്റിനയിൽ പതിച്ച് അതിൻ്റെ തലകീഴായ ബിംബം റെറ്റിനയിൽ ഉണ്ടാവുകയും അവിടെയുള്ള നാഡീകോശങ്ങൾ വഴി അത് തലയിലെത്തിയുമാണ് നമ്മുടെ കാഴ്ച സാധ്യമാവുന്നത്. അപ്പോൾ ഈ കോർണിയയ്ക്കും ഈ ലെൻസിനും ഇടയിൽ ഒരു അറയുണ്ട്. ആ അറയുടെ പറയുന്ന പേരാണ് അക്വസ് അറ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ പേരാണ് അക്വസ് ദ്രവം. ഇതാണ് അക്വസ് അറ. ഇവിടെ ഉണ്ടാകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ ഉണ്ടാകുന്ന അറയാണ് വിട്രിയസ് അറ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിലുള്ള ഈ ലെൻസ് അത് ബൈകോൺവെക്സ് ലെൻസാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കണ്ണിന് ആകൃതി നൽകുന്ന ഒരു ദൃഢപടലമുണ്ട്, അത് വെളിയിലായിരിക്കും. പിന്നെ കണ്ണിന് രക്തം കൊടുക്കുന്ന രക്തപാളി പറഞ്ഞിട്ട് ഇടയിലുണ്ട്, അത് കൊറോയിഡ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. ദൃഢപടലത്തിന് സ്ക്ലീറ എന്ന് പറയുന്നു. പിന്നെ കാഴ്ചശക്തിക്ക് നൽകുന്ന പാളി അത് ഉള്ളിലാണുള്ളത്, അതിനെ ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയുന്നു. ദൃഷ്ടിപടലത്തിൽ 2 പോയിന്റുകളുണ്ട്. ഒന്ന് പീതബിന്ദു, മറ്റൊന്ന് അന്ധബിന്ദു. പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് പ്രകാശത്തെ സെൻസ് ചെയ്യുന്ന ഒരുപാട് കോശങ്ങളുള്ള ഏരിയയാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. അന്ധബിന്ദു എന്ന് പറയുന്നത് പ്രകാശത്തെ സെൻസ് ചെയ്യുന്ന കോശങ്ങൾ ഇല്ലാത്ത പോർഷനാണ് അന്ധബിന്ദു. ഈ ദൃഷ്ടിപടലത്തിൻ്റെ വെളിയിൽ കാണുന്ന ഉന്തിയ ഭാഗത്തിനെയാണ് കോർണിയ എന്ന് പറയുന്നത്. കോർണിയയിലുള്ള രക്തപടലമാണ് ഐറിസ്. ഈ 2 രക്തപാളിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയുന്നത്. കൃഷ്ണമണിക്ക് പിന്നിലായിട്ടാണ് ലെൻസ് ഉറപ്പിച്ചിരിക്കുന്നത്. ലെൻസിനെ ഫിക്സ് ചെയ്തിരിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ദൃഢപടലത്തിന് കോർണിയ അല്ലാത്ത ബാക്കിയുള്ള പോർഷനിൽ ആവരണം ചെയ്തിരിക്കുന്ന ആവരണമാണ് കൺജങ്ക്റ്റീവ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. അവിടെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. അതേപോലെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ. അവിടെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. അപ്പോൾ ലൈറ്റ് കൃഷ്ണമണിയിലൂടെ ലെൻസിലെത്തി ആ ഇമേജ് അതിനുശേഷം അത് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം തലകീഴായതും യാഥാർത്ഥ്യവുമാണ്. ഇത് നാഡിയിലൂടെ തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് കാഴ്ചശക്തി പോസിബിൾ ആവുന്നത്. കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും. കോൺ കോശങ്ങൾ പകൽ സമയത്ത് കളർ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അവയിലെ വർണ്ണവസ്തുവാണ് അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. അവയെ വിഷ്വൽ വയലറ്റ് എന്നും അറിയപ്പെടുന്നു. അതേസമയം റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നവയാണ്. നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. അതേസമയം നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി, രാത്രി കാലത്ത് നമ്മൾക്ക് കളറുകൾ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ റോഡ് കോശങ്ങളാണ് ആ സമയത്ത് നമ്മളെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കളർ തിരിച്ചറിയാൻ കഴിയില്ല. അതേസമയം പകൽ സമയത്ത് കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. അപ്പോൾ നമുക്ക് കളർ തിരിച്ചറിയാൻ പറ്റും. മൂങ്ങകൾക്ക് കോൺ കോശങ്ങൾ ഇല്ലാത്തത് കാരണമാണ് അവയ്ക്ക് പകൽ കണ്ണുകാഴ്ച കുറവായിരിക്കുന്നത്. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ഞാൻ പറഞ്ഞു അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. അതിനെ വിഷ്വൽ വയലറ്റ് എന്നാണ് പറയുക. റോഡ് കോശങ്ങളിലുള്ള വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ എന്നത്. അതിനെ വിഷ്വൽ പർപ്പിൾ എന്ന് വിളിക്കുന്നു. ജീവകം എ അത്യന്താപേക്ഷിതമാണ് ഈ റോഡോപ്സിൻ നിർമ്മിക്കാൻ. അതുകൊണ്ട് ജീവകം എയുടെ അഭാവം മൂലം രാത്രി കാഴ്ചയില്ലാണ്ടാവും. അതിനാണ് നമ്മൾ നിശാന്തത എന്ന അസുഖം പറയുക. പിന്നെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, അത് ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. സിങ്ക് എന്ന മൂലകം കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. അത് ഒരുപാട് തവണ PSCയിൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലൈസോസൈം എന്തിനാണെന്ന് ചോദിച്ചാൽ ലൈസോസൈം എന്ന എൻസൈം മറ്റുള്ള ചെറു പ്രാണികളിനെ അല്ലെങ്കിൽ ചെറിയ സൂക്ഷ്മജീവികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ലൈസോസൈം എന്ന എൻസൈം ഉള്ളത്. നമ്മൾ കോശത്തിൽ പഠിച്ച പോലെ തന്നെ കോശത്തിനുള്ളിൽ ലൈസോസോം ഉണ്ട്. ആ ഒരു കോശത്തിൻ്റെ
പാർട്ടാണ് മറ്റ് അനാവശ്യമായ വസ്തുക്കളെ നശിപ്പിക്കുന്നത്. കോശത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ ലൈസോസോമും കണ്ണുനീരിലെ എൻസൈമാകുമ്പോൾ ലൈസോസൈം എന്നാണ് പറയുക. കോശത്തിനുള്ള മറ്റു കോശങ്ങളെയോ അല്ലെങ്കിൽ ജീവികളെയോ നശിപ്പിക്കുന്ന പാർട്ടാണ് ലൈസോസോം. അതേമാതിരിയാണ് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നത്. അത് മറ്റു സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലൈസോസോം ഒരു എൻസൈമല്ല. ലൈസോസോം കോശത്തിലെ ഒരു പാർട്ടാണ്. ലൈസോസൈമാണ് ഒരു എൻസൈമാണ്. ഇനി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത. നമ്മുടെ ഒരു കാഴ്ച കണ്ടാൽ അത് നമ്മുടെ കണ്ണിലേക്ക് 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഒരു ഫ്രെയിം അത് ഒരു സെക്കൻഡിൽ 16നേക്കാൾ കൂടുതൽ തവണ പ്രദർശിപ്പിച്ചാൽ അത് ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു മൂവിയായി തോന്നും. ഇതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതേപോലെ പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് വക്രതയെ മാറ്റി വരുത്തിക്കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഇനി ഈ ലെൻസിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് സീലിയറി പേശികളാണെന്ന് പറഞ്ഞു. ബൈകോൺവെക്സ് ലെൻസ്, രണ്ട് സൈഡും കോൺവെക്സിൻ്റെ ആകൃതിയുള്ള ലെൻസാണ് നമ്മുടെ കണ്ണിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിൽ എങ്ങനെയാണ് പ്രകാശം ഞാൻ വരച്ചിട്ടുണ്ട്. ഈ പ്രകാശം ഇങ്ങനെ വന്നാൽ ലെൻസിൽ തട്ടി അവ ഫോക്കസിലേക്ക് പോവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ പ്രതിബിംബം തലകീഴായിട്ട് റെറ്റിനയിൽ ഉണ്ടാവുക. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ: 1. ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൂരത്ത് മാത്രം പറ്റുന്ന അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ലോങ് സൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതായത് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ വ്യക്തത ഇല്ലാതെ വരികയാണ് ദീർഘദൃഷ്ടി. ഞാനിപ്പോൾ തൽക്കാലം ഒരു കണ്ണ് വരച്ചിരിക്കുകയാണ്. ഈ കണ്ണിൻ്റെ ഫോക്കസ് റെറ്റിന എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. നമ്മളപ്പോൾ പ്രകാശരശ്മികൾ ഇങ്ങനെ വരുന്നു. അത് ഈ ഫോക്കസിൽ വരുമ്പോഴാണ്, ഈ റെറ്റിനയിൽ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിക്ക് ഈ ഫോക്കസ് കറക്റ്റായിട്ട് റെറ്റിനയുടെ ബാക്കിലാണ് ഫോം ചെയ്യാം. അപ്പോൾ ഈ ബാക്കിൽ ഫോം ചെയ്യുന്നതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ദൂരേക്ക് നീട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഫോം ചെയ്യുന്ന ഈ ഫോക്കസിനെ ഫ്രണ്ടിലേക്ക് നീക്കും. അങ്ങനെയാണ് ദീർഘദൃഷ്ടിക്കാരൻ പേപ്പറുകൾ വായിക്കുക അല്ലെങ്കിൽ കാണുക. അപ്പോൾ ഈ ഫോക്കസിനെ കറക്റ്റായിട്ട് റെറ്റിനയിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ബാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺവെക്സ് മിറർ ഉപയോഗിച്ചാണ് ബാക്കിലുള്ള വണ്ടികളെല്ലാം നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ബാക്കിലാണ്, റെറ്റിനയുടെ ബാക്കിലാണ് ഈ ഫോക്കസ് ഉണ്ടാകുന്നത്. അത് മാറ്റാൻ വേണ്ടിയാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇനി അടുത്ത അസുഖമാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയിൽ എന്താണെന്ന് വെച്ചാൽ, ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റിൽ അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഒരു കണ്ണ് നമുക്ക് ഫോക്കസ് ഈ ഭാഗത്താണുള്ളത്. പ്രകാശരശ്മികൾ വരുന്നു. ആക്ച്വലി പതിക്കേണ്ട റെറ്റിനയിലാണ്. പക്ഷേ റെറ്റിന പഠിക്കാതെ അതിന് മുമ്പ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ദൂരെയുള്ളത് കാണാൻ പറ്റാതെ വരിക. അപ്പോൾ നമ്മൾ ആ ഫോക്കസ് പോയിൻറ്റിനെ റെറ്റിനയിലേക്ക് പതിപ്പിക്കാൻ ചെയ്യണം. ആ ഫോക്കസ് പോയിൻറ്റിന് പിന്നാലേക്ക് നിൽക്കണം. അപ്പോൾ നമ്മൾ കാണുന്ന വസ്തുവിനെ കണ്ണിനോട് അടുത്താക്കുമ്പോൾ മാത്രമേ ഈ ഫോക്കസ് റെറ്റിനയിലേക്ക് പതിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പതിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു കോൺകേവ് ലെൻസാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് ഹ്രസ്വദൃഷ്ടിക്കാരന് കാഴ്ചയുടെ വൈകല്യം പരിഹരിക്കുക. ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ ഷേവിംഗ് മിററെല്ലാം കോൺകേവ് മിററാണ്. അപ്പോൾ നമ്മൾ ഷേവിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിരിക്കും കണ്ണട. മിറർ അടുത്ത് വെച്ചാണല്ലോ നമ്മൾ ഷേവ് ചെയ്യുക. അപ്പോൾ ഹ്രസ്വദൃഷ്ടിക്കാരന് കോൺകേവ് ലെൻസ് ഉപയോഗിക്കണം. അതിൻ്റെ ഫോക്കസ് മുന്നിലോട്ടാണ്, റെറ്റിനയുടെ മുന്നിലാണ് പതിക്കുക എന്നും ഓർത്ത് വയ്ക്കണം. അതേസമയം ദീർഘദൃഷ്ടിക്കാരൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പിന്നാലെയുള്ള ദൂരെയുള്ള വണ്ടികളാണ് കാണുക എന്ന് മനസ്സിലാക്കുക. റെറ്റിനയുടെ പിന്നിലാണ് ഫോക്കസ് വരിക എന്നും അത് വെച്ച് മനസ്സിലാക്കാം. ഇനി വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നേത്ര ലെൻസിൻ്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. ഇതിനുപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസാണ്. ഈ ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും
ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റുന്ന ലെൻസുകളുണ്ട്. അതിനെയാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ട് ഫോക്കസ് ഉണ്ടാകും, ഒരു ഭാഗത്ത് കോൺകേവ് ഉണ്ടാകും, ഒരു ഭാഗത്ത് കോൺവെക്സും ഉണ്ടാകും. അതിനെയാണ് ബൈ ഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിച്ച് നിശബ്ദമായിട്ട് കാഴ്ചശക്തി ഇല്ലാതാക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ. സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. മുൻകാല PSCയിൽ ഒരു പ്രസ്താവന ക്വസ്റ്റ്യനായി ഈ രണ്ട് അസുഖങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യമായി തീരുന്ന അവസ്ഥ എന്നാണ് കൊടുത്തിരുന്നത്. അങ്ങനെയല്ല, അത് പ്രസ്താവന തെറ്റായിരുന്നു. സീറോഫ്താൽമിയയാണ് നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥ. ഗ്ലോക്കോമ എന്ന് പറയുന്നത് നിശബ്ദനായ കാഴ്ചശക്തി അപഹരിക്കുന്ന അസുഖമാണ്. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. ഇനി വർണ്ണാന്ധത. വർണ്ണം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. സീറോഫ്താൽമിയയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ്. അത് ഞാൻ എൻ്റെ വിറ്റാമിൻ എന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വർണ്ണാന്ധത. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. നീല മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതായത് പ്രാഥമിക വർണ്ണങ്ങളിൽ നീല മാത്രം തിരിച്ചറിയാൻ കഴിയും. ബാക്കിയുള്ള ചുവപ്പും പച്ചയും അവർക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം എന്ന് പറയുന്നത്. നിശാന്തത. രാത്രിയിൽ കണ്ണു കാണാതിരിക്കാവുന്ന അവസ്ഥയാണ് നിശാന്തത. റോഡോപ്സിൻ്റെ അഭാവം മൂലമാണ് ഈ നിശാന്തത എന്ന അസുഖം ഉണ്ടാകുന്നത്. റോഡോപ്സിൻ നിർമ്മിക്കാൻ ജീവകം എ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ജീവകം എയുടെ അഭാവം മൂലം രണ്ട് രോഗങ്ങളുണ്ടാകും. ഒന്ന് നിശാന്തതയും രണ്ട് സീറോഫ്താൽമിയയും. അടുത്തത് കോങ്കണ്ണ്. കണ്ണിലെ പേശികളുടെ കറക്റ്റ് ചലനം ശരിയാകാത്തതുകൊണ്ട് രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. ചെങ്കണ്ണ്. കണ്ണിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. കണ്ണ് ചുവന്ന കളറിലാവുക. നേത്രത്തിലെ ആവരണത്തിനുണ്ടാകുന്ന ഒരു അണുബാധയാണ് ചെങ്കണ്ണ്. ഇതിന് ഇംഗ്ലീഷിൽ പറയാം മദ്രാസ് ഐ ആണ് എന്നാണ്. ചെങ്കണ്ണ് വായിച്ച ഒരു മലയാളി ഉണ്ടായിരുന്നു. അവൻ്റെ ഒരു തമിഴൻ ചോദിച്ചു, എനിക്ക് എന്താണ് മദ്രാസ് ഐ ആണ്, உங்களுக்கு എന്നാ മദ്രാസ് ഐ ഇരിക്കുക കേട്ടാച്ചു. അവൻ പറഞ്ഞു, അല്ലല്ല, എനിക്ക് തിരുവനന്തപുരം ഐയാണെന്ന്. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ഓക്കെ, ശരി. ഇനി വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. തിമിരം എന്നല്ല, തിമിരമാണ്. പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നതാണ് തിമിരം. സുശ്രുതനാണ് ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത്. അടുത്തത് എക്സോഫ്താൽമസ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമസ്. ഇതല്ലാതെ കണ്ണിനെ ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ട്രക്കോമ എന്ന അസുഖം. ഇനി ഉപകരണങ്ങൾ. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ്. ഡോക്ടർ ഹൃദയമിടിപ്പും പരിശോധിക്കാൻ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കും. അപ്പോൾ കണ്ണിനെ പഠിപ്പിക്കുന്ന ശാഖയാണ് ഒഫ്താൽമോളജി. അപ്പോൾ കണ്ണിൻ്റെ ഉൾവശം നോക്കാൻ ഉപയോഗിക്കുന്ന സ്കോപ്പാണ് ഒഫ്താൽമോസ്കോപ്പ്. ഓക്കെ. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതിയാണ് ടോണോമെട്രി. പിന്നെ കെരാറ്റോപ്ലാസ്റ്റി. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയെ പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ടേക്ക് കെയർ. ബൈ.